നമസ്കാരം. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് വന്നത് ഒരു എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിറഞ്ഞു നിൽക്കുന്ന കാന്താരി അല്ലേ, മൊത്തം എന്നാണ് പിടിച്ചിരിക്കുന്ന ഒരു കാന്താരിയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കാന്താരി എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചത്തിലെന്നാണ് നമുക്ക് പിടിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിലും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3 ആഴ്ച കാലമായിട്ട് ഈ വെള്ളത്തിലാണ് ഇത് കിടക്കുന്നത്, നമ്മുടെ ഈ കാന്താരി ചെടി കിടക്കുന്നത്. അപ്പം ഈ 3 ആഴ്ച ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോഴും ഇത് നിലനിൽക്കാനുള്ള കാരണം എന്നാണ് ഇതിൻ്റെ നടിയിൽ വ്യത്യാസമായിരിക്കുന്നത്. ഈ നടി ഞാൻ നട്ട ഈ രീതി തന്നെയാണ് അല്ലേ. എന്താണ് ബാക്കി വന്ന വീട്ടിൽ ബാക്കിയുണ്ടായ എന്തായി ഓടില്ലേ, ഈ ഓടെടുത്തിട്ട് എന്താണ് ഇതിനൊരു തടം ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം തടത്തിൽ നമുക്ക് ആവശ്യമായ മണ്ണും ഇതിനാവശ്യമായ വളവും ഒക്കെ ഞാൻ ഉണ്ടാക്കി ഇതിലേക്ക് നിക്ഷേപിച്ച് അതിനുശേഷമാണ് ഇതിലേക്ക് ഈ കാന്താരി തൈ നട്ടത്. എന്നിട്ട് അതിനുശേഷം വളപ്രയോഗം നമ്മൾ പ്രധാനമായിട്ടും ഞാൻ ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ കോഴിവളമാണല്ലേ. എൻ്റെ വീട്ടിൽ തന്നെയുള്ള കോഴി കാഷ്ടമാണ് ഇതിന് വളമായിട്ട് നൽകുന്നത്. ഇത് മാത്രമല്ല ഇതൊക്കെയുണ്ട്. ഇത്തരത്തിൽ ചെയ്താൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്, മഴവെള്ളം കെട്ടി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് കാന്താരിയും അതുപോലെ തന്നെ വഴുതന എന്നീ ചെടികൾ ധാരാളമായിട്ട് എന്താക്കാം, ഉൽപ്പാദിപ്പിച്ചെടുക്കാം. മറ്റ് കച്ചവടക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല. അപ്പം ഇതും ഈ വഴുതിനെയും ഞാൻ ഓൾറെഡി ഇത്തരത്തിലുള്ള ഈ ചട്ടിയിൽ നട്ടതാണ്. അപ്പം ഇതിൽ പിടിച്ച വഴുതിനെയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമായ വഴുതിന നമുക്ക് മഴയാണെങ്കിലും നമുക്ക് തന്നെ ഇതൊക്കെ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതിന് ഒരു ഉദാഹരണമാണിത്. ഓക്കെ, അപ്പോൾ കാന്താരി അതുപോലെ തന്നെ വഴുതിന അതുപോലെ വെണ്ടയ്ക്ക എന്നിവയൊക്കെ ഈ ചെടി അല്ലെങ്കിൽ ഓട് കൊണ്ടുണ്ടാക്കിയ ഈ ചട്ടിയിൽ നട്ടാൽ നിങ്ങൾക്ക് മികച്ചൊരു വരുമാനം അല്ലെങ്കിൽ മികച്ചൊരു വിള തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളത്തിലായിരുന്നു ഇത്രയും ദിവസങ്ങൾ. ഓക്കെ, എന്നിട്ട് പോലും ഈ കാന്താരി അതിജീവിച്ചു എന്നാണ് ഇതിന് അർത്ഥം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.